വാർത്തയോടുള്ള ഇ പി ജയരാജന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നുമാണ് വാർത്തയോട് ഇ പി ജയരാജൻ പ്രതികരിച്ചത്. പുറത്തുവന്ന വിവരങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഇ പി ജയരാജൻ DGPക്ക് പരാതി നൽകി. പ്രതിരോധത്തിലായ CPIM ആകട്ടെ ഗൂഢാലോചനയെന്ന് പറഞ്ഞ് വിവാദത്തെ തള്ളുകയാണ്. പുസ്തകത്തിന്റെ പ്രസാധനം നീട്ടിവെക്കുകയാണെന്ന് DC ബുക്സും അറിയിച്ചു. ഉടൻ വരുന്നു, പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയുന്നു എന്ന അടിക്കുറിപ്പോടെ ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് മുൻപ് തന്നെ ആത്മകഥാ പ്രസിദ്ധീകരണത്തിന് വിശദാംശങ്ങൾ DC ബുക്സ് സമൂഹമാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതാണ്. എന്നാൽ പുസ്തകത്തിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടതോടെ പ്രസാധകരെ തന്നെ തള്ളുകയാണ് ഇ പി ജയരാജൻ. എന്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം എങ്ങനെ പ്രസിദ്ധീകരിക്കുക? അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തണം, ശക്തമായ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം ഇന്ന് രാവിലെ 10:00. എത്രമാത്രം തെറ്റായിട്ടുള്ള നടപടികളും രീതികളുമാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണത്. DC ബുക്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ഇ പി ജയരാജന്റെ തീരുമാനം. എന്നാൽ പുസ്തകം പ്രസിദ്ധീകരിക്കുമെന്ന് DC ബുക്സ് വ്യക്തമാക്കുന്നുണ്ട്. സാങ്കേതിക പ്രശ്നം മൂലം പ്രസാധനം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെക്കുന്നുവെന്നാണ് DC ബുക്സിന്റെ വിശദീകരണം. വോട്ടെടുപ്പ് ദിനത്തിലെ വിവാദത്തെ സംശയത്തോടെയാണ് CPIM കാണുന്നത്. ഇ പി ജയരാജൻ പറഞ്ഞത് വിശ്വസിക്കുന്നുവെന്ന് നേതാക്കൾ. വിവാദങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയെന്ന പ്രതികരണം. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിന്റെ ഭാഗമായിട്ടല്ല. വിവാദങ്ങളെ തള്ളുമ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ ആത്മകഥയിലെ തുറന്നുപറച്ചിലുകൾ CPIM പരിശോധിച്ചേക്കും. പാർട്ടി പരിശോധിക്കുമോ എന്ന ചോദ്യങ്ങളിൽ നിന്ന് നേതാക്കൾ ഒഴിഞ്ഞുമാറി. ന്യൂസ് ഡെസ്ക് 24.